ഇന്നെന്താ ദിവസം അറിയോ? നവംബർ 30 വേൾഡ് കിഡ്സ് ഡേ. അപ്പോൾ നമുക്കിന്നൊരു പായസമാക്കിയാലോ? അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് നെയ്യിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് ഞാനിവിടെ 1 കപ്പ് സേമിയ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ സേമിയ ഇതിലൊന്ന് വേവിച്ചെടുക്കണം. ഇനി ചെറിയ 2 ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ സേമിയ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ക്യാരറ്റിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള സേമിയ പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇതിങ്ങനെ ചെയ്താൽ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് ഞാൻ 2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.